നിങ്ങൾ അറിഞ്ഞോ? രഞ്ജു വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണെന്ന്. നാളെ ഇവിടുത്തെ അമ്പലത്തിൽ വെച്ചാണ് കല്യാണമെന്ന്. നിവിയുടെ നാത്തൂനാണ് പെണ്ണ്. ആ കുടുംബക്കാരും കൊള്ളാം. നിവിയും രഞ്ജുവും കണക്കില്ലാത്ത സ്വത്തുമൊക്കെ ഇപ്പൊ അവർക്ക് സ്വന്തം. ലക്ഷ്മി മരിച്ചു പോയിട്ട് ഒരു വർഷം ആയില്ല. അതുവരെ കാത്തിരിക്കാൻ അവന് തോന്നിയില്ല. അതുപോലെ നമ്മളോടൊരു വാക്ക് അതിനെക്കുറിച്ച് മിണ്ടിയോ? രണ്ടും എന്തൊരു മനസ്സാണ്. രഞ്ജുവിനും നിവിക്കും. വൈകിട്ട് പറമ്പിൽ നിന്നും ഒടിഞ്ഞു വീണ ഒരു വാഴക്കുലയുമായി കയറി വന്ന ദിവാകരനോട് മുറ്റത്ത് അയാളെ കാത്തുനിന്ന് വിമല പറഞ്ഞു, അവൻ വിവാഹം കഴിക്കട്ടെ, അത് നല്ല കാര്യമില്ലേ. പിന്നെ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഈ കല്യാണക്കാര്യം. പിന്നെ മരിച്ചുപോയ പെണ്ണ് പുണ്യപ്രവൃത്തി ചെയ്തവളാണല്ലോ. അവനൊരു വർഷം കാത്തിരിക്കാൻ. പിന്നാമ്പുറത്ത് തിണ്ണയിലേക്ക് കുല ഒതുക്കി വെച്ചുകൊണ്ട് പൈപ്പിന് ചുവട്ടിൽ നിന്ന് കാല് കഴുകുന്ന നേരം അയാൾ നിസ്സാരമായി പറഞ്ഞു, അത് കൊള്ളാം. അവൻ ഇന്നലെ ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെന്ന് ഈ നേരം വരെ എന്നോട് അതേപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞോ? അയാൾക്ക് പിന്നാലെ വന്നവർ ദേഷ്യത്തോടെ തിരക്കി. നിന്നോട് എന്തിനു പറയണം? ആ പിള്ളേരെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാനോ? അയാൾ കിടന്ന് തോർത്തെടുത്ത് കൈയും കാലുമൊക്കെ തുടച്ചുകൊണ്ട് തിരക്കി. ഞാനത് ദ്രോഹിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ മോനെ കൊണ്ട് നിവിയെ കെട്ടിച്ചില്ല. അന്നത്തെ അവരുടെ അവസ്ഥ വെച്ച് ഞാൻ എന്റെ മോന്റെ ജീവിതം നോക്കി പിന്മാറി. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരമ്മയും ചെയ്യുന്നതേ ഞാനും ചെയ്തോളൂ. അതിന് ഇത്രയേറെ പറയേണ്ട കാര്യമില്ല. മുഖം കൊട്ടി വിമല പറഞ്ഞു. നിന്റെ മോന് നേടിക്കൊടുത്ത ജീവിതം എന്തായി? ഇനി അവന് ഡിവോഴ്സ് കിട്ടാൻ എത്ര ദിവസം കൂടെയുണ്ട്? അതും നീ കാണണം, കണ്ട് സന്തോഷിക്കണം. നീ പുറം കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയ ആ പിള്ളാടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടോ നീ? പൂച്ചച്ചീരിയോടെ അവിടെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിക്കെ മറുപടി ഇല്ലാതെ നിന്ന് പോയി വിമല. ചേച്ചി, രാത്രി കിടക്കാൻ പോകും മുൻപ് ആര്യയുടെ അടുത്തേക്ക് വന്നതാണ് നിവി. എന്താ നിവി, നീ കിടന്നില്ലേ? ഇല്ല, മുടി ചെട മാറ്റി വൃത്തിയാക്കി കെട്ടിവെക്കുകയായിരുന്നു. ആര്യ തിരക്കി. ഞാൻ ചേച്ചിയോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. ഉറക്കം മടിച്ച് നിന്നിട്ടാണ് നിവി പറഞ്ഞത്. വാ, ഇവിടെ ഇരിക്കെ. പറഞ്ഞുകൊണ്ട് ആര്യ നിവിയെ പിടിച്ച് ബെഡിൽ തന്റെ അടുത്തേക്ക് ഇരുത്തി. ഇനി പറഞ്ഞു, എന്താ എന്റെ ഏട്ടത്തിക്ക് പറയാനുള്ളത്? കുഞ്ഞൊരു കുറുമ്പോടെ ആര്യ ചോദിക്കുമ്പോൾ നിവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ചേച്ചിക്ക് ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? നിവി വിങ്ങിക്കൊണ്ട് തിരക്കി. കലങ്ങി നിറഞ്ഞ കണ്ണുകളും വിറയ്ക്കുന്ന ചുണ്ടും ചുവന്ന മുഖവുമായി തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ആ പെണ്ണിനെ, തന്റെ അഭിയുടെ പ്രാണനെ, അമ്മ മകളെ കാണുന്ന പെണ്ണിനെ, താനും അഞ്ചും സ്വന്തം കൂടപ്പുറപ്പയോ കൂട്ടുകാരിയായോ ഒക്കെ കാണുന്നവളെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി ആര്യ. എനിക്ക് എന്തിനാ ദേഷ്യം? പറയേ, എന്തിനാ ദേഷ്യം? നിവിയുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് ആര്യ തിരക്കി. എന്റെ ഏട്ടന് വേണ്ടി ചേച്ചിയെ ഞാൻ വിവാഹത്തിന് നിർബന്ധിച്ചു എന്ന് തോന്നിയോ? ഞാൻ കാണാണോ വേദമോളിങ്ങനെ വാശി കാണിക്കുന്നത് എന്നൊക്കെ തോന്നിയെങ്കിൽ ചേച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നിയില്ലേ? അതാ ചോദിച്ചേ. എനിക്ക് എൻ്റെ ചുറ്റിനുമുള്ള എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ചേച്ചി. അപ്പൊ ചേച്ചിയും എൻ്റെ ഏട്ടനും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇരു കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് നിവി പറഞ്ഞു. എനിക്ക് നിവിയുടെ ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല. സ്നേഹം സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ വിവാഹത്തിന് ആർക്കും നിർബന്ധിച്ചാലും എനിക്കൊട്ടും താല്പര്യം തോന്നാത്ത ഒരു ബന്ധത്തിന് ഞാൻ നിന്നു കൊടുക്കില്ല. ഞാൻ നിവിയോട് തുറന്നു പറയട്ടെ, നിന്റെ ഏട്ടൻ ആ മനുഷ്യൻ സ്നേഹിക്കാൻ അറിയുന്നവനാണ്, നല്ല മനസ്സുള്ള ആളാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച് കൂടെ കൂട്ടിയ സ്വന്തം ഭാര്യയിൽ ചതിക്കപ്പെട്ട ഒരുവൻ. ആ മനുഷ്യന് ഭർത്താവിനാൽ ചതി നേരിട്ട എന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും കഴിയുമെന്ന് എനിക്ക് തോന്നി. എല്ലാത്തിലും ഉപരി എൻ്റെ വേദു അവളെ മകളെ പോലെയല്ല, മകളെ തന്നെ കൂടെ വേണമെന്ന് പറഞ്ഞ ഒരാളെ ഇനി ഞാൻ എങ്ങനെ വേണ്ടെന്ന് പറയുന്നവി? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിക്കുന്നൊരു മനസ്സ് എനിക്കുണ്ട്. ഞാൻ ആഗ്രഹിക്കും പോലെ നിന്റെ ഏട്ടന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞേക്കും. അതുപോലെ തിരികെ നിറഞ്ഞ മനസ്സോടെ സ്നേഹിക്കാൻ എനിക്കും കഴിയണേ എന്നൊരു പ്രാർത്ഥനയോടെ തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ ആരുടെയും നിർബന്ധത്തിന് ഒന്നും തന്നതല്ല ഞാൻ. പറഞ്ഞു നിർത്തുമ്പോൾ ആര്യയുടെ മിഴികളിൽ നനവൂറി. എൻ്റെ ഏട്ടൻ ചേച്ചിയും മോളെയും പൊന്നുപോലെ സ്നേഹിച്ചു കൊണ്ട് നടക്കും. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും. എൻ്റെ ഏട്ടൻ അത്രയ്ക്ക് പാവമാണ് ചേച്ചി. ശരീരത്തിനായാലും മനസ്സിനായാലും ഒരുപാട് വേദന സഹിച്ചതാണ്. പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും എൻ്റെ ഏട്ടനും വയ്യാക്കിയുണ്ട്. ആ ദേഹവും മനസ്സും വേദനിക്കുന്നുമുണ്ട്. ഇനിയെങ്കിലും കള്ളത്തരമില്ലാത്ത സ്നേഹം അനുഭവിച്ച് എൻ്റെ ഏട്ടൻ ജീവിച്ച് കണ്ടാൽ മതി എനിക്ക്. ആരെയും കെട്ടിപ്പുണർന്ന് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിവി പറഞ്ഞു. മതി മതി വർത്തമാനം പറഞ്ഞിരുന്നത്, ചെന്ന് കിടക്കാൻ നോക്ക്. ആ ചെറുക്കൻ നിന്നെ കാണഞ്ഞിട്ട് അന്വേഷിച്ചു വരും. മുൻപായി പോയി കിടന്നോ. നിവിയുടെ കവളിൽ മെല്ലെ നിന്ന് തലോടിക്കൊണ്ട് നേർത്തൊരു ചിരിയോടെ ആര്യ പറഞ്ഞു. ആര്യ പറഞ്ഞു കിട്ട് തലയാട്ടി മൂളിക്കൊണ്ട് നിവി എഴുന്നേറ്റു. അത് ചേച്ചി പെണ്ണെ, ഇച്ചിരി താമസിച്ചാലും ചേച്ചിയും എൻ്റെ ഏട്ടനും പരസ്പരം പ്രാണനെ പോലെ പ്രണയിക്കും. അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. വാതിൽക്കൽ നിന്നവൾ അവിടെ തിരിഞ്ഞിന്ന് കുസൃതിച്ചീരിയോടെ ആരോട് പറഞ്ഞിട്ട് വാതിലും അടച്ച് അബിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഏട്ടാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? ചെവിക്കരികിൽ നിവിയുടെ ശബ്ദം കേട്ടതും നിറഞ്ഞ് ഉറക്കം മാറുതെ കണ്ണു വലിച്ചു തുറന്നു നോക്കി. കുഞ്ഞി, എപ്പ വന്നടാ? ആ കിടപ്പിൽ കിടന്ന് മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് നിറഞ്ഞും തിരക്കി. ഞാൻ എപ്പോഴേ വന്നു? മണി 7 ഏട്ടാ. ഒരു കല്യാണച്ചക്കൻ ഇത്രയും സമയമൊക്കെ കിടന്നുറങ്ങാമോ?
നിരഞ്ജന്റെ കൈ പിടിച്ച് വലിച്ച് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിവി പറഞ്ഞു, നീ അവിടെ വേണ്ട കുഞ്ഞി നിൽക്കാൻ. ഇപ്പൊ എന്തിനാ ഏട്ടൻ്റെ മോൾ ഓടിപ്പിടഞ്ഞ് ഇങ്ങോട്ട് വന്നത്? ബെഡിൽ എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് നിരഞ്ജൻ തിരക്കി. ഞാൻ അവിടെയും ഇവിടെയും ഒരുപോലെ വേണം. അതുകൊണ്ട് രാവിലെ രണ്ട് പെണ്ണുങ്ങളെയും ഒരുക്കാൻ വന്ന ചേച്ചിമാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ സുന്ദരൻ കല്യാണച്ചക്കനെ റെഡിയാക്കാൻ വന്നത്. നിരഞ്ജന്റെ കവളിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് നിവി പറഞ്ഞു, എന്റെ കുഞ്ഞി, എനിക്ക് റെഡിയാവാൻ എന്താ താമസം? ഒരു മുണ്ടും ഷർട്ടും ഇട്ട് ഇറങ്ങാൻ എത്ര നേരം വേണം? നിങ്ങൾ പെണ്ണുങ്ങൾക്കല്ലേ ഒരുങ്ങിയിറങ്ങാൻ ഒരുപാട് സമയം വേണ്ടത്? അവളെ കളിയാക്കി പറഞ്ഞു നിരഞ്ജൻ. മതി മതി കഥ പറഞ്ഞത്, പോയി ഫ്രഷായി വേഗം വായോ. ഏട്ടനെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. പറയുന്നതിനൊപ്പം നിരഞ്ജനെ ഉന്തിത്തള്ളി ബാത്റൂമിലാക്കി നിവി. മോള് വരില്ല എന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. പിന്നെ ഓർത്തു അവിടെയല്ലേ രണ്ട് പെൺകുട്ടികളും, അവിടെ ഒരേ നാത്തൂനല്ലേ മോള്, അപ്പോൾ അവിടെയാണല്ലോ നീ വേണ്ടതെന്ന്. എങ്കിലും ഇവിടെ രാവിലെ നിന്നെ കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി കേട്ടോ. നിവി ഹാളിലേക്ക് വന്നതും അവൾക്ക് നിരഞ്ജനമുള്ള ചായയുമായിട്ട് വന്ന ശാരദാമ്മ പറഞ്ഞിട്ട് നിവിയുടെ കവളിൽ വാത്സല്യത്തോടെ തലോടി. എൻ്റെ ഏട്ടൻ്റെ കൂടെ കല്യാണമല്ലേ ശാരദാമ്മേ? ഞാനല്ലേ ഉള്ളൂ ഏട്ടന്. ഞാൻ കൂടെ വന്നില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ ഒറ്റയ്ക്കാണെന്ന് തോന്നില്ലേ? ആരുമില്ലെന്ന് തോന്നില്ലേ? ആ പാവത്തിന് തൊണ്ടിൽ സങ്കടം കനത്തിട്ട് നിർത്തിക്കളഞ്ഞു നിവി. പറയുമ്പോൾ നിവിയുടെ ശബ്ദത്തിൽ സങ്കടം നിറഞ്ഞു. നനവൂറിയ പരിഭവം നിറഞ്ഞ കണ്ണുകൾ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങളിൽ പതിഞ്ഞു. അതാണ് ഞാനും ഓർത്തത്. ഇവിടെ ഇപ്പം പറയാൻ ഞാനുണ്ട്. വിനയും മോനും കനിമോളും വരുന്നുണ്ടെങ്കിലും സ്വന്തം ചോരയെന്ന് പറയാൻ ആകെയുള്ള നീ കൂടെ ഇല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും അവന്റെ നെഞ്ച് നീറും മോളെ. ശാരദാമ്മ വേദനയോടെ പറഞ്ഞു. ഇവിടെ എന്താ രണ്ടാളും കൂടെ ചർച്ച? മുറിയിൽ നിന്നും ഇറങ്ങി വന്ന നിരഞ്ജൻ ചായക്കപ്പ് കയ്യിലെടുത്തുകൊണ്ട് രണ്ടാൾക്കും അടുത്ത് വന്ന് തിരക്കി. ഒന്നുമില്ലിന്റെ രാജാവേ, വേഗം ആ ചായ അങ്ങോട്ട് കുടിച്ചിട്ട് പോയി കുളിച്ച് റെഡിയായി വന്നാലും. ഉള്ളിൽ പതിഞ്ഞു പൊങ്ങി സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. മോള് വീട്ടിലേക്ക് പോയിക്കോളാം, ഏട്ടൻ റെഡിയായി അമ്പലത്തിലേക്ക് വന്നോളാം. തന്റെ അടുത്ത് ചേർന്നിരുന്ന് ചായ കുടിക്കുന്നുള്ള തലയിൽ തലോടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ പോകുന്നില്ല. അവരെ അവിടെ ഒരുക്കി കഴിഞ്ഞിട്ട് ആ ചേച്ചി ഇവിടെ വരും എനിക്ക് സാരി ഉടുപ്പിച്ചു തരാൻ. നമ്മൾ രണ്ടും റെഡിയായി കഴിഞ്ഞ് ഞാനൊന്ന് ഓടി അങ്ങോട്ട് പോയി അവരെ അമ്പലത്തിലേക്ക് യാത്രയാക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഇവിടുന്ന് ഞാൻ എൻ്റെ ഏട്ടനൊപ്പമേ അമ്പലത്തിലേക്ക് പോകുന്നുള്ളൂ. നിരഞ്ജന്റെ ചുമലിൽ മുഖം ചേർത്ത് വെച്ച് നിവി പറഞ്ഞു. അത് ശരിയാണോ കുഞ്ഞെ? നീ അവിടെ വേണ്ടതല്ലേ മോളെ? അവിടെ മാത്രമല്ല ഇവിടെയും ഞാൻ വേണം. അഭിയേട്ടനും ആന്റിയും ഒക്കെ പറഞ്ഞു എന്നോട് എൻ്റെ ഏട്ടൻ കൂടെ ഇവിടുന്ന് അമ്പലത്തിലേക്ക് വന്നാൽ മതിയെന്ന്. ഏട്ടൻ വർത്തമാനം പറഞ്ഞിരിക്കാതെ പോയി കുളിച്ച് റെഡിയാവാൻ നോക്കിക്കേ. ഞാനും അമ്പലത്തിൽ കൊണ്ടുപോകാൻ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഒന്നോടൊന്ന് നോക്കട്ടെ. ഒന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ. നിരഞ്ജനോട് പറഞ്ഞിട്ട് അവന്റെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി അടുക്കളയിലേക്ക് പോയി നിവി. പറഞ്ഞ പോലെ തന്നെ ആരെയും മഞ്ജുവും രാധികയും അബിക്കും വേദയ്ക്കും അപ്പം അമ്പലത്തിലേക്ക് തിരിച്ച ശേഷം അവിടുന്ന് ഓടി മാംഗലത്തിലേക്ക് വന്ന നിവി. രഞ്ജു, ഇനിയിപ്പോ നമുക്കിറങ്ങാൻ മോനെ. ദാ നിവി മോളെത്തി. ഭംഗി ഞൊറിഞ്ഞൊടുത്ത പട്ടുസാരി വാരി പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഓടിക്കയറി വന്നവളെ കാണേ നേരെ പിടിച്ചിട്ടുകൊണ്ട് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി വന്ന ശാരദാമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇത്തിരി ക്ഷീണിച്ചല്ലോ നിവി, മുഖമൊക്കെ ആകെ വാടിയതുപോലെയുണ്ട്. എന്തു പറ്റി? നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കനി സ്നേഹത്തോടെ ചോദിച്ചു. കുറച്ച് ദിവസമായി കല്യാണത്തിന്റെ ഓട്ടമായിരുന്നില്ല ചേച്ചി, അതാകും. ഇനി അങ്ങോട്ട് ശരിയായിക്കോളും. കനിയുടെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. നിവിയുടെ കയ്യിൽ പിടിച്ച് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് നേരത്തൊന്ന് മൂളിക്കനി. എന്നാ പിന്നെ ഇറങ്ങിയാലോ? ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് നിരഞ്ജൻ തിരക്കി. അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് ഇറങ്ങായിട്ടാ. ചുമരിൽ മാറിയിട്ട് വെച്ചിരിക്കുന്ന രണ്ടാളെയും ചിത്രത്തിലേക്ക് നോക്കി പറയുമ്പോൾ നിവിയുടെ കണ്ണുകൾ ഈറനായി. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കണ്ണു നിറക്കില്ല നീവിക്കുട്ടി. വിനയ് അവളെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ വിഷമം മനസ്സിലായതുപോലെ നിരഞ്ജൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറുതെ എന്റെ കണ്ണ് നിറഞ്ഞു വരും. ചിലപ്പോക്കെ ഒരു കാര്യം ഉണ്ടാവില്ലെന്നേ. അതെന്തെങ്കിലും അസുഖമാണ് ഡോക്ടറെ? നിറഞ്ഞ കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് ഒരു കുസൃതിയുടെ നിവി ചോദിച്ചു. നല്ല തല്ല് കൊള്ളാഞ്ഞിട്ടാണ് വെറുതെ കണ്ണ് നിറയ്ക്കുന്നത്. ഇതിന് എന്റെ കയ്യിൽ നല്ല ചൂരൽ കഷായമുണ്ട്. ഈ സന്തോഷ നിമിഷത്തിൽ അച്ഛനും അമ്മയും കൂടെ ഇല്ലാതെ പോയല്ലോ എന്നോർത്താണ് അവള് കണ്ണു നിറഞ്ഞത് എന്ന് മനസ്സിലായെങ്കിലും വിനയും ചിരിയോടെ പറഞ്ഞു. അങ്ങനെയായിരുന്നു. എന്റെ കുഞ്ഞിക്കൊരു കഷായവും വേണ്ടേ? ഏട്ടൻ്റെ മോള് വിഷമിക്കണ്ട. നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും കാണുന്നുണ്ട്. നമുക്കിപ്പം അവരും സന്തോഷിക്കുന്നുണ്ട്. നിവിയും പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്ത് പറയുമ്പോൾ ആ രണ്ട് ജീവനുകൾ നഷ്ടമാവാൻ തന്നെ ദുഷിച്ച പ്രണയമാണല്ലോ കാണുമെന്ന വേദന നിരഞ്ഞിന്റെ നെഞ്ച് നീട്ടുന്നുണ്ടായിരുന്നു. ഇനിയും വർത്തമാനം പറഞ്ഞു നിന്നാൽ നേരം പോകും. നമുക്കിറങ്ങാം മക്കളെ. ഇനിയും കാര്യം പറഞ്ഞു നിന്നാൽ ചേട്ടനും അനിയത്തിയും കരയുമെന്ന് തോന്നിയ ശാരദമ്മ ഭാഗമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാണ് രഞ്ജു, നമുക്കിറങ്ങാം. നിരഞ്ജന തോളിലൊന്ന് തട്ടി നിവിയുടെ തലയിൽ തലോടി പറഞ്ഞിട്ട് വിനയും കനിയും പുറത്തേക്കിറങ്ങി. എന്തൊക്കെ ഓർത്ത് കണ്ണ് നിറഞ്ഞു പോയതായിട്ടാ. നമുക്കിറങ്ങാം. മുഹൂർത്തത്തിന് സമയമാകും മുൻപ് അവിടെ എത്തണം. കണ്ണു തുടച്ച നിരഞ്ജന്റെ കവളിൽ മുത്തി പറഞ്ഞിട്ട് ശാരദമ്മയുടെ കയ്യിൽ നിന്ന് ഭാഗം വാങ്ങി അവന്റെ കയ്യിൽ പിടിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങി നിവി.
നിരഞ്ജനൊക്കെ അമ്പലത്തിലെത്തുമ്പോൾ മുഹൂർത്ത സമയം അടുത്തിരുന്നു. സച്ചിയും അമ്മയും അവിടെ അടുത്ത് താമസിക്കുന്ന ചില ഫാമിലി നേരത്തെ എത്തിയതും നിരഞ്ജനെ സ്വീകരിച്ച് അമ്പലത്തിനുള്ളിൽ കൊണ്ടുപോയത് സച്ചിയും അബിയും ഒരുമിച്ചായിരുന്നു. രണ്ടാളും എത്തിയല്ലോ, ഇനിയിപ്പോ താമസിയില്ലല്ലോ, മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി വരും. പൂജിച്ച താലിയുമായി വന്ന പൂജാരി പറഞ്ഞു, ഇനി താമസിച്ചില്ല തിരുമേനി, ആദ്യം ഇവരുടേത് വേണം നടക്കാൻ. രാധികയ്ക്കും ശാരദാമ്മയ്ക്കും വിമ്മിലെ അറിയിക്കാതെ വന്ന ദിവാകരനും ഉൾപ്പെടെ ഉള്ള മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങി വന്ന നിരഞ്ജനെയും ആര്യയെയും മുന്നിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് അഭി പറഞ്ഞു, പിന്നെന്താ, അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും. അവരെക്കുറിച്ച് എല്ലാം അറിയുന്ന തിരുമേനി പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ എന്ന പേരെഴുതിയ മഞ്ഞച്ചെടിയിൽ കോർത്ത താലി എടുത്ത് നിരഞ്ജന്റെ കയ്യിൽ ഏൽപ്പിച്ച തിരുമേനി ആ താലി കൈനീട്ടി വാങ്ങിയ നിരഞ്ജൻ തന്റെ ഇരുവശവും നിൽക്കുന്ന നിവിയെയും വേദുമോളയുമായിരുന്നു. ഇരുവരും അവനെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിയുടെ സമ്മതം പോലെ തലയാട്ടിയതും നിരഞ്ജൻ മുഖമുയർത്തി തന്റെ മുന്നിൽ നിൽക്കുന്നവളെ നോക്കി. കസുവ് പുടവ ചുറ്റി കഴുത്തിൽ ഒരു മുല്ലമുട്ട് മാറിയും കാതിൽ ചിമക്കുകയും കയ്യിൽ ഓരോ വളയും ഇട്ട് നീണ്ട തലമുടി പിന്നിട്ട് ഒരൽപ്പം മാത്രം പൂവും ചൂടി നിൽക്കുന്ന ഒരാൾ. ടെൻഷനോടെ തന്നെയും ചുറ്റി നിൽക്കുന്നവരെയും നോക്കാതെ നിലത്ത് മിഴി നട്ട് നിൽക്കുന്നവളെ തന്നെ ഒരു നിമിഷം ഒന്ന് നോക്കിയെന്ന് നിരഞ്ജൻ. കേട്ടട്ടെ, ഒച്ച താഴ്ത്തി ആര്യയുടെ ചെവിവരം തിരക്കി നിരഞ്ജൻ. ചെവിയിൽ തട്ടി അടഞ്ഞു പോയ അവന്റെ ചുടുശ്വാസ കാറ്റടിച്ചൊന്ന് ഞെട്ടിപ്പടഞ്ഞുകൊണ്ട് മൂളി ആര്യ. അതെ, വർത്തമാനം പറഞ്ഞു നിൽക്കാതെ ഒന്ന് വേഗം കേട്ടോ, അത് കഴിഞ്ഞിട്ട് വേണം മനുഷ്യ ഞങ്ങൾക്ക് കേട്ടാൻ. നിരഞ്ജന്റെ അടുത്തേക്ക് ഒരൽപ്പം നീങ്ങി നിന്നുകൊണ്ട് സച്ചി പറഞ്ഞതും അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. ആ ചിരി മേളങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് സകല ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിരഞ്ജൻ ആ താലിച്ചരട് ആര്യയുടെ കഴുത്തിൽ 3 കെട്ടും കെട്ടിമുറുക്കി ഒരു നുള്ള സിന്ദൂരം ആ സീമന്തരേഖയിൽ ചാർത്തി അവൾ തന്റെ പ്രാണന്റെ പാതിയെ നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിച്ചു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നിന്നോളൂ. നിരഞ്ജൻ ആര്യക്കുട്ടി പിന്നിലേക്ക് നീങ്ങിയതും സച്ചിയെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു തിരുമേനി. ഇനി ഒട്ടും വൈകണ്ട, അങ്ങോട്ട് കെട്ടിക്കോളൂ. ചിരിയോടെ തിരുമേനി പറയേണ്ട താമസം സച്ചി ആ താലിച്ചരട് വാങ്ങി എടുത്തതും കൈകുപ്പി പ്രാർത്ഥനയോടെ നിൽക്കുന്ന അഞ്ജുവിന്റെ കെട്ടിൽ കെട്ടലും ഒരുപോലെ കഴിഞ്ഞു. ഹോ, അങ്ങനെ അതങ്ങ് കഴിഞ്ഞെന്റെ അഞ്ജുസൈ, ഇനിയിപ്പോ നീ എന്റെ മാത്രം സ്വന്തല്ലേ. സ്നേഹമോ പ്രണയമോ ഒക്കെ നിറഞ്ഞു നിന്ന സ്വരത്തിൽ പറഞ്ഞിട്ട് അവളെ നെറുകിൽ ചുണ്ടമർത്തി സച്ചി. അവന്റെ വർത്തമാനം കേട്ട് നിന്നവർ ചിരിച്ചുപോയി. ഇരുവരുടെയും കൈപിടിച്ച് നിരഞ്ജനെ സാച്ചിയെയും ഏൽപ്പിക്കുമ്പോൾ അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും പറയാനാവാതെ രണ്ടളിയന്മാരെയും ചേർത്ത് പിടിച്ച് ഒരു നിമിഷം നിന്നു അവൻ. ഇനിയിപ്പോ നടയടയ്ക്കാനായി, ഓടിപ്പോയിന്ന് വലം വെച്ചു വായോ, രാധിക നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. 2 ജോഡികളും ചേർന്ന് അമ്പലം വലം വെക്കുമ്പോൾ നിരഞ്ജന്റെ ഇടം കൈയിൽ ആര്യയും വലം കൈയിൽ വേദുവും ചേർത്ത് പിടിച്ചിരുന്നു. അമ്പലത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞതോടെ എല്ലാവരും നേരെ ഊട്ടുപുരയിലേക്ക് വെച്ചു പിടിച്ചു. അവിടെയാണ് സദ്യ ഏർപ്പാട് ചെയ്തിരുന്നത്. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നിരഞ്ജൻ വേദയും ആര്യയും ചേർത്ത് പിടിച്ചാണ് എല്ലാവരോടും യാത്ര പറഞ്ഞത്. അന്നേരം ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. എന്നാൽ അഞ്ജു സച്ചിക്കൊപ്പം ചിരിച്ചുകൊണ്ടാണ് എല്ലാവരോടും യാത്ര പറഞ്ഞത്. ജിത്തുവേട്ടാ, വീട്ടിൽ പോയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് വരാം കേട്ടോ. നിരഞ്ജനൊപ്പം മാംഗല്യത്തിലേക്ക് പോകാൻ കാലിലേക്ക് കയറും മുൻപ് അബിയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നിവി പറഞ്ഞത്. പോയിട്ട് ഒറ്റയടിക്ക് ഓടി വരാൻ നിൽക്കണ്ട, എന്നെ വീട്ടിലാക്കിയിട്ട് അബി വരും അമ്മയുടെ കുഞ്ഞിനെ വിളിക്കാൻ. അവളുടെ വിളറി വാടിയ കവളിൽ തലോടി തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് സ്നേഹവും വാത്സല്യം കൂടി ചേർന്ന ശബ്ദത്തിൽ പറഞ്ഞു രാധിക. ജിത്തുവേട്ടനെ വൈകിട്ട് സച്ചിയേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോകണ്ടേ? അതിനിടെ എന്നെ വിളിക്കാൻ കൂടെ ഓടണ്ടേ? ഞാൻ അങ്ങ് വന്നോളാം ആൻറ്റി. വിനയ് കാറിന്റെ ഹോൺ അടിക്കുന്ന ശബ്ദം കേൾക്കെ വെപ്രാളത്തോടെ പറഞ്ഞിട്ട് അബിയുടെ കയ്യിൽ നിന്നും ഒന്ന് മുറക്കെ പിടിച്ചു വെച്ചിട്ട് അവൾ ഓടിച്ചെന്ന് കാറിൽ കയറി. 4-5 ദിവസം കൊണ്ട് കല്യാണത്തിലേക്ക് കാണാം നിവിയെ തീരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക്. കൊച്ചാകെ അങ്ങ് വാടിപ്പോയി. അകന്നു പോകുന്ന ആ കാറിലേക്ക് നോക്കിയാണ് രാധിക പറഞ്ഞത്. ഇന്നോട് തിരക്കൊക്കെ കഴിയും, അന്നേരം അമ്മ അവിടെ നല്ലോണം നോക്കിക്കോ. ഇപ്പോ അമ്മ വാ, നമുക്ക് പോകാം. വൈകിട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം അമ്മയുടെ മോളെ. അമ്മയെ കുട്ടി ടാക്സിയിലേക്ക് കയറുമ്പോൾ അബിയൊരു കളിയായി ചിരിയോടെ പറഞ്ഞു. 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കോ ആർത്തി വിഷയിലോ ഒന്നും തന്നെ ഇല്ലാതെ മാംഗല്യത്തിലെ മരുമകളായി ആര്യയെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറ്റി നിവി. അങ്ങനെ എന്റെ ചേച്ചിപ്പെണ് എന്റെ ഏട്ടന് സ്വന്തമായി ഈ വീടിന്റെ വിളക്കായി. ആര്യ ചുറ്റി പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ നിവി പറഞ്ഞു. അപ്പൊ ഞാനോ? നിരഞ്ജന്റെ കൈയും പിടിച്ച് നിന്ന് വേദു ചുണ്ട് ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഈ വീടിന്റെ കുറുമ്പിയാണ്, എന്റെ ഏട്ടന്റെ സ്വത്ത്. വേദുവിന്റെ കവളിൽ അരിമയുടെ തലോടിക്കൊണ്ടാണ് നിവി പറഞ്ഞത്. അങ്ങനെയാണോ എന്ന പോലെ വേദു കണ്ണുകൾ വിടർത്തി ആര്യയും നിരഞ്ജനെയും നോക്കി. നിവിയുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് വേദുവിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിരഞ്ജൻ. അതായിരുന്നു അവന്റെ മറുപടി. വർത്തമാനം പറഞ്ഞു നിൽക്കാതെ ചെന്ന് വേഷം മാറി മക്കളെ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. വർത്തമാനം പറഞ്ഞ് ഹാളിൽ തന്നെ നിൽക്കുന്നവരോടായി പറഞ്ഞിട്ട് ശാരദമ്മ അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി വായു, നമുക്ക് വേഷമൊക്കെ മാറ്റി വരാം. ആര്യയെക്കുട്ടി തന്റെ മുറിയിലേക്കാണ് നിവി പോയത്. വേദു ആവട്ടെ നിരഞ്ജനൊപ്പം ഹാളിലിരുന്ന് കഥ പറയാനും തുടങ്ങി.